കൊല്ലങ്കോട് വെങ്കഞ്ഞി വട്ടവിള ഭദ്രകാളി ക്ഷേത്രത്തിലെ മീനഭരണി തൂക്ക മഹോത്സവം ഇന്ന് 8ാം ദിവസമാണ്. ഉത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ തിരുവെഴുന്നള്ളത്ത് നടക്കുകയാണ്. വിവരങ്ങളുമായി ദേവീസന്നിധിയിൽ നിന്ന് അഖിൽ പാലോട്ടുമഠം ചേർന്നുണ്ട്. അഖിൽ, ഭക്തിസാന്ദ്രമാണ് അന്തരീക്ഷം. അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ചടങ്ങുകൾ എങ്ങനെ പുരോഗമിക്കുന്നു? അഖിൽ, അവിടെ ചടങ്ങുകൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അഭൂതപൂർവമായ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നതെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അവിടെ ഏറ്റവും പുതുതായി എന്ത് ചടങ്ങുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? വിശ്വപ്രസിദ്ധമായ തൂക്കം മഹോത്സവമാണ്. അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ് അഖിൽ? ദേവിക, ഇപ്പോൾ ചരിത്രപ്രസിദ്ധമായ കൊല്ലങ്കോട് തൂക്കത്തിന് മുന്നോടിയായിട്ടുള്ള ദേവിയുടെ പുറത്തെഴുന്നള്ളിപ്പ് ചടങ്ങ് ആരംഭിച്ചിരിക്കുകയാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ രണ്ടു ദേവിമാരും ഇപ്പോൾ പുറത്തേക്ക് എഴുന്നള്ളിക്കഴിഞ്ഞു. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ചേച്ചി അമ്മയും അതുപോലെ തന്നെ അനിയത്തി അമ്മയും ശിരസിൽ, അതായത് ആ ക്ഷേത്രത്തിലെ പൂജാരിമാരായ വാത്തിമാരുടെ ശിരസിലേറി ഭഗവതി ഇപ്പോൾ കാത്തു നിൽക്കുന്ന, ക്ഷേത്രത്തിന് ചുറ്റും കാത്തു നിൽക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം നൽകുന്ന തരത്തിലേക്കുള്ള പ്രദക്ഷിണമാണ് ഇപ്പോൾ വെക്കുന്നത്. 8ാം ഉത്സവ ദിവസത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പുറത്ത് എഴുന്നള്ളിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ചരിത്രപ്രസിദ്ധമായ കൊല്ലങ്കോട് തൂക്കം ഏപ്രിൽ മാസം 1-ാം തീയതിയാണ്. രാവിലെ ഉഷപൂജയ്ക്ക് ശേഷം ദേവി പച്ചപ്പന്തലിലേക്ക് എഴുന്നള്ളി ഇരിക്കും. അതായത് സ്ഥിരം ക്ഷേത്രത്തിൽ നിന്നും താൽക്കാലിക ക്ഷേത്രത്തിലാണ് നിലവിൽ ഉത്സവത്തിന് വേണ്ടി ദേവി എഴുന്നള്ളി ഉത്സവ ആദി പൂജകളുടെ ക്രമീകരണങ്ങൾക്കായി ദേവി പൂജയ്ക്ക് വേണ്ടി ഇരിക്കുന്നത്. അവിടെ നിന്നും തൂക്ക ദിവസം, അതായത് ഏപ്രിൽ മാസം 1-ാം തീയതി രാവിലെ ഉഷപൂജയോടുകൂടി തന്നെ ദേവി പുറത്തേക്ക് എഴുന്നള്ളും. അതായത് പച്ചപ്പന്തലിലേക്ക് ദേവി കാപ്പുകെട്ടി അവിടെ കുടിയിരുത്തുന്നുണ്ടാകും. അവിടെ പിന്നീടുള്ള പൂജാതി കർമ്മങ്ങൾക്ക് ശേഷമാണ് കൃത്യം 6:30 കൂടിയായിരിക്കും ഈ തൂക്ക മഹോത്സവത്തിന് തുടക്കം കുറിക്കുക. ആദ്യം അമ്മ വണ്ടിയിലായിരിക്കും തൂക്ക എഴുന്നള്ളത്ത് ഉണ്ടാകുന്നത്. പിന്നീട് അവിടെ നിന്നും ഏകദേശം 1166 തൂക്കക്കാരാണ് ഇത്തവണ കൊല്ലങ്കോട് ക്ഷേത്രത്തിൽ തൂക്കത്തിനായി ഉണ്ടാവുക. അതിൽ കുട്ടികൾ ഉണ്ടാകും. 1200 തൂക്ക നേർച്ചക്കാരാണ്. അതായത് നമുക്ക് ഈ ദേവിയുടെ പ്രദക്ഷിണത്തിനു ശേഷം ആ ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ സാധിക്കും. ഏകദേശം 1200ഓളം വരുന്ന നേർച്ച തൂക്കക്കാരാണ് അവർ. ക്ഷേത്രാങ്കണത്തിൽ കഴിഞ്ഞ 10 ദിവസത്തെ ഉത്സവവുമായി ബന്ധപ്പെട്ട് രാവിലെ മുതൽ കാപ്പ് കെട്ടിയത് മുതൽ, അതായത് 1-ാം ദിവസം കാപ്പ് കെട്ടിയത് മുതൽ അവർ ക്ഷേത്രത്തിൽ തന്നെയാണുള്ളത്. ദേവീദാസന്മാരായി ഈ ഭഗവതിക്ക് കാവലായി തന്നെ ഇവിടെ ഉള്ളത്. ഉത്സവത്തിന്റെ ചടങ്ങുകളുടെ ഭാഗമായിട്ട് ഇപ്പോൾ ദേവിയുടെ പുറത്തെഴുന്നള്ളിക്കൽ, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 8ാം ഉത്സവ ദിവസത്തിന്റെ ഭാഗമായിട്ടുള്ള പുറത്തെഴുന്നള്ളിക്കലാണ്. 2 ദേവിമാരുടെയും ചടങ്ങുകൾ നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഭഗവതിക്ക് വെഞ്ചാമരവും അതുപോലെ തന്നെ ആനവട്ടവും ഒക്കെ വീശുന്ന ദൃശ്യങ്ങളും നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഭഗവതിയെ പുറത്തെഴുന്നള്ളിച്ച ഇനി അസുരവാദ്യത്തോടു കൂടി കാളി നൃത്തം, അതായത് ശിവതാണ്ഡവമാണ് ഈ ക്ഷേത്രത്തിൽ തിരുമുടി ശിരസിലേറ്റിയിരിക്കുന്ന ദേവിയുടെ പൂജാരിമാർ ഇനി താളം ചവിട്ടുന്നത്. അത് ശിവതാണ്ഡവത്തിലായിരിക്കും ഈ കാളി നൃത്തം. ആദ്യം പീഠത്താളം ചവിട്ടിയതിനു ശേഷമായിരിക്കും രണ്ടാമത് ദേവിയുടെ എഴുന്നള്ളിപ്പ് ആരംഭിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അതിനുള്ള താളമാണ് ഇപ്പോൾ മുരശ് കൊട്ടി ദേവിക്ക് പീഠത്താളം ചവിട്ടുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള വെക്കുന്നതാണ്. അമ്മയുടെ ആദ്യ പീഠത്താളം ചവിട്ടുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ആ പീഠത്താളം ചവിട്ടിയതിനു ശേഷം പിന്നീട് ഓരോന്നായി ശിവതാണ്ഡവമായി അവിടുന്ന് ദേവി ഇവിടെ ഓരോ മൂർത്തിഭാവമായി മാറുന്ന ഓരോ നൃത്ത ചുവടുകളും ഉണ്ടാകും. അതിനുശേഷമായിരിക്കും പിന്നീട് ദേവി ഭക്തവത്സലയായി മാറി, ഭഗവതിയായി മാറി, മുഴുവൻ ഭക്തജനങ്ങൾക്കും അനുഗ്രഹപ്രദായിനിയായി മാറുന്ന മഹാകാളിയായി ആ രൂപഭാവത്തിലേക്ക് മാറുന്നത്. ഭഗവതിയായി, രാജരാജേശ്വരിയായി, ദേവിയായി, അങ്ങനെ അംബികയായി ഒക്കെ മാറുന്ന ആ രൂപത്തിലേക്ക് ഭഗവതിയുടെ രൂപം മാറുന്നുണ്ടാകും. അതിൻ്റെ തുടക്കം എന്ന നിലക്കാണ് ആ ആദ്യ വളയം, അതായത്
ഈ ക്ഷേത്രത്തിൽ നിന്നും ബിംബം പുറത്തേക്ക് എഴുന്നള്ളിച്ച് ആ ബിംബം പുറത്തേക്ക് എഴുന്നള്ളിച്ചതിനു ശേഷം ആദ്യം ശ്രീകോവിൽ വളയം വെക്കുന്നുണ്ടാകും. അങ്ങനെ 3 വളയം ശ്രീകോവിൽ വളയം വച്ചതിനു ശേഷം പിന്നീട് ഉണ്ടാവുക ആ പീഠത്താളത്തോടു കൂടിയുള്ള ആദ്യത്തെ പ്രദക്ഷിണമായിരിക്കും. ആ പീഠത്താളത്തിന്റെ പ്രദക്ഷിണമാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ക്ഷേത്ര ഉപദേശക സമിതിയുടെ ക്ഷേത്ര ഭാരവാഹികൾ ദേവിക്കൊപ്പം ുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഭക്തജനങ്ങളടക്കം നിരവധി, അതായത് കേരളത്തിൻ്റെയോട് ചേർന്ന് തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലമാണ് ഈ കൊല്ലങ്കോട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും, അതായത് തമിഴ്നാടിൻ്റെ കന്യാകുമാരി ജില്ലയിൽ നിന്നും അടക്കം നിരവധി ഭക്തജനങ്ങളാണ്, നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ഈ അമ്മയുടെ എഴുന്നള്ളത്ത് കാണുന്നതിലേക്ക് വേണ്ടി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിരവധിയായിട്ടുള്ള ഭക്തജനങ്ങൾ അമ്മയുടെ ഈ എഴുന്നള്ളിപ്പ് തൊഴുത്, ഭക്തി നിർഭരമായ ഈ എഴുന്നള്ളിപ്പ് തൊഴുത് സായുജ്യമടയുന്നതിലേക്ക് വേണ്ടി അമ്മയുടെ മുമ്പിൽ സങ്കടങ്ങൾ പറയാൻ, അമ്മയുടെ മുമ്പിൽ തങ്ങളുടെ ദുഃഖങ്ങൾ പറയാൻ, മഹാകാളിയുടെ മുമ്പിൽ, വരദായിനിയുടെ മുമ്പിൽ, അഭീഷ്ടപ്രദായിനിയായ മഹാകാളിയുടെ മുമ്പിൽ തങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടതകളും എല്ലാം മഹാകാളിയുടെ മുമ്പിൽ കെട്ടഴിച്ചു വെക്കാനായി എത്തുന്ന നിരവധിയായ ഭക്തരെ നമുക്ക് ഇവിടെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാവരും ഒരേ സ്വരത്തോടെ അമ്മേ നാരായണ ജപിച്ച് നിൽക്കുന്ന കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഒരു ഭക്തി എത്രമാത്രമാണ്, പരകോടി എത്തി നിൽക്കുന്ന ഭക്തിയുടെ ആ പരകോടി എത്രമാത്രമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നമുക്ക് കാണുന്നത് പോലെ ദേവി പീഠത്താളം വെച്ച് ക്ഷേത്രത്തെ വലയം വെക്കുകയാണ്. മുമ്പിൽ ചേച്ചിയും പുറകിൽ അനിയത്തിയുമായാണ്, 2 ഭാവങ്ങളിലാണ് ഇവിടത്തെ ദേവി കുടികൊള്ളുന്നത്. തിരുമുടിയും 2 ഭാവത്തിലാണ് ഉള്ളത്. അതിൻ്റെ ചരിത്രം തന്നെ കൊടുങ്ങല്ലൂരിൽ നിന്നും കന്യാകുമാരിയിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു ബ്രാഹ്മണൻ യാത്രാമധ്യേ ഈ കൊല്ലങ്കോട് ദേശത്തേക്ക് താമസത്തിലേക്ക് വിശ്രമത്തിലേക്ക് എത്തുന്നു. ആ വിശ്രമം നടത്തുന്ന സമയത്ത് അവിടെ പ്പെടുകയും അവിടുന്ന് പിന്നീട് ദേവി ഇവിടെ കുടിയിരിക്കപ്പെടുകയും ചെയ്തു എന്നതാണ് കൊല്ലങ്കോട് ക്ഷേത്രത്തിന്റെ ഐതിഹ്യമായി കാണുന്നത്. സ്ഥിരമായി ഈ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തുള്ള ഒരു ക്ഷേത്രത്തിലാണ് ദേവി സ്ഥിരം പൂജയ്ക്കൊരുക്കുന്നത്. ഉത്സവത്തിന്റെ 10 നാളാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ള ഈ ക്ഷേത്രത്തിലേക്ക്, ഈ തൂക്കം നടക്കുന്ന ഈ ക്ഷേത്രത്തിന്റെ ഇവിടേക്ക്, ഈ താൽക്കാലിക ക്ഷേത്രത്തിലേക്ക് ദേവി എഴുന്നള്ളി എത്തുക. തൂക്ക ദിവസമായ ഏപ്രിൽ മാസം 1-ാം തീയതി അവിടെ നിന്നും, ഈ താൽക്കാലിക ക്ഷേത്രത്തിൽ നിന്നും ഭഗവതിയും പച്ചപ്പന്തൽ കെട്ടി അവിടേക്ക് കുടിയിരുത്തുന്നുണ്ടാകും. അവിടെ കുടിയിരുത്തിയതിനു ശേഷം പൂജാതി കർമ്മങ്ങൾ നടത്തിയതിനു ശേഷമാണ് ദേവി മറ്റ് ചടങ്ങുകളിലേക്ക് കടക്കുക, അതായത് തൂക്കത്തിന്റെ ചടങ്ങുകളിലേക്ക് കടക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏകദേശം 1166 കുട്ടികളാണ് ഇത്തവണ കൊല്ലങ്കോട്, ചരിത്രപ്രസിദ്ധമായ കൊല്ലങ്കോട് തൂക്കത്തിന്റെ ഭാഗമാകുന്നത്. അതിൽ തൂക്കക്കാരായി മാറുന്നത് 1200ഓളം വരുന്ന നേർച്ച തൂക്കക്കാരും ഇതിന്റെ ഭാഗമാകുന്നുണ്ട്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ എല്ലാവരും ഒരേ മനസ്സോടുകൂടി അമ്മേ നാരായണ ദേവി നാരായണ ജപിച്ച് ഭഗവതിയുടെ എഴുന്നള്ളത്തിന് സാക്ഷ്യം വഹിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ക്ഷേത്ര ഭാരവാഹികളും ഈ തിരുമുടി എഴുന്നള്ളത്തിന്റെ ഭാഗമായി നിൽക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പല ഭാഗത്തും തീവട്ടിയും മുത്തുക്കുടയും അതുപോലെ തന്നെ ദേവിയുടെ വാദ്യമായ അസുരവാദ്യമായ ചെണ്ടമേളവും ഒക്കെ കൊട്ടിയാണ് ദേവിയുടെ ഈ എഴുന്നള്ളിപ്പ് നടത്തുന്നത്. അങ്ങനെ വലിയ ഭക്തിയുടെ, വലിയ പരകോടിയുടെ നിമിഷം തന്നെയാണ് കൊല്ലങ്കോട് ദേവീക്ഷേത്രത്തിൽ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാവരും അമ്മയെ നിറഞ്ഞ മനസ്സോടുകൂടി തൊഴുതു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ദേവിക നമുക്ക് ഇവിടുന്ന് പറയാൻ സാധിക്കുന്നത്. ഇവിടെ കഠിന വ്രതം എടുത്ത് തന്നെയാണല്ലോ ഈ തൂക്കം ചടങ്ങിനായി എത്തുന്നവർ. എത്രയോ ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ചതിന് ശേഷമാണ് അവിടേക്ക് എത്തുന്നത്. ഇതിന് വലിയ ഐതിഹ്യമുണ്ട്, ചരിത്രമുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നത് ഇത്ര രാത്രിയായിട്ട് പോലും അഭൂതപൂർവമായൊരു തിരക്ക് അവിടെ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തിരക്ക് നിയന്ത്രിക്കാനും മറ്റ് സംവിധാനങ്ങൾ ഒരുക്കാനും എല്ലാം ക്ഷേത്ര ഭാരവാഹികളുടെ ഭാഗത്തു നിന്നും അവിടെയുള്ള സന്നദ്ധ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുമെല്ലാം വലിയ ഒരു പിന്തുണ ലഭിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. ദേവിക, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചരിത്രപ്രസിദ്ധമായ തൂക്കത്തിൽ 1200ഓളം വരുന്ന തൂക്കക്കാരാണ് ഭഗവതിയുടെ നേർച്ചയുടെ കുഞ്ഞുങ്ങളെ, കുരുന്നുകളെ
ആ വില്ലുവണ്ടിയിൽ കയറ്റുന്നത്, ആ തൂക്കവണ്ടിയിലേക്ക് കയറ്റുന്നത് ആ നേർച്ചക്കാരാണ്. ഇപ്പോൾ ഭഗവതിക്ക് ഒപ്പം നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ചുവന്ന പട്ടുടുത്ത് പച്ച നിറത്തിൽ കച്ച കെട്ടി ആണ് അവർ ക്ഷേത്രത്തിലേക്ക് നിൽക്കുക. അവർ ആകെ ധരിക്കുന്ന വസ്ത്രം തന്നെ ഈ ഒരു ചുവന്ന വസ്ത്രമാണ്. ആകെയും ഈ ഉത്സവത്തിന്റെ, അതായത് ഒന്നാം ഉത്സവ ദിവസം പൂർണ്ണമായും ഈ ക്ഷേത്രത്തിൽ തന്നെ ഉണ്ടാകും. 10 ദിവസവും ഈ ക്ഷേത്രത്തിൽ തന്നെ ആ തൂക്കക്കാർ ഉണ്ടാകും. അവർ ഒന്നാം ദിവസം ക്ഷേത്രത്തിലെത്തും. 3-ാം ദിവസമാണ് അവരെ കാപ്പുകെട്ടി ഇവിടെ നേർച്ചക്കാരായി അവരെ അവരോധിക്കുക. അവരാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ദേവി എഴുന്നള്ളിപ്പിന്റെ മുത്തുക്കുട എല്ലാം ചൂടിയിരിക്കുന്നത് ഈ തൂക്കക്കാരാണ്. അതോടൊപ്പം തന്നെ തീവട്ടി, ദേവിയുടെ എഴുന്നള്ളിപ്പിന്റെ ഭാഗമായിട്ടുള്ള തീവട്ടി എഴുന്നള്ളിച്ചിരിക്കുന്നതുമെല്ലാം ഈ നേർച്ച തൂക്കക്കാരാണ്. അവർ ആത്മാവും മനസ്സും എല്ലാം തന്നെ ദേവിയെ സമർപ്പിച്ചാണ് ആ നേർച്ച തൂക്കക്കാർ ആ ഭഗവതിയുടെ നടയിൽ അവർ നിൽക്കുന്നത്. അതിനോടൊപ്പമാണ് ദേവിക നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാവരും നിറഞ്ഞ മനസ്സോടുകൂടി ഒരേ നാമജപത്തോടുകൂടി ദേവിയെ സ്തുതിച്ചുകൊണ്ട് നിൽക്കുന്ന ഭക്തജനങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെയാണ് ചേർത്തു പറയേണ്ടത്, ക്ഷേത്ര സമിതി, ഉപദേശക സമിതി അതിന്റെ എല്ലാ ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട് എന്നതും ഇതിന്റെ തിരുവനന്തപുരത്തിനും കന്യാകുമാരി കേരള തമിഴ്നാട്ടിന്റെയും അതിർത്തിയിലാണ് ഈ കൊല്ലങ്കോട് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 2 സ്ഥലങ്ങളിൽ നിന്നായി ഇവിടെ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തുന്നതും. അതുകൊണ്ട് തന്നെ വലിയ ഭക്തജന തിരക്ക്, അഭൂതമായ തിരക്കാണ് ക്ഷേത്രത്തിൽ ഈ രാത്രി പോലും. അതായത് ഈ മുതിർന്നവരടക്കം, അമ്മമാരടക്കം, സ്ത്രീകളടക്കം എല്ലാവരും കൂപ്പ് കൈയോടെ കണ്ണുകളുടെ കൂടി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ വളയം പീഠത്താളം ചവിട്ടി ദേവി വളയം ശ്രീകോവിലിന് മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നും ഇപ്പോൾ ശംഖുനാഥം മുഴക്കി പീഠത്താളം ചവിട്ടിയെത്തിയ ദേവി ഇനി അടുത്ത താളത്തിലേക്ക്, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേവി അടുത്ത താളത്തിലേക്ക് മാറുകയും മുഴക്കി വിജാമരം വീശി അതുപോലെ തന്നെ ആനവട്ടം വീശി ദേവി ആ തുടരുന്ന കാഴ്ച കാണാൻ സാധിക്കും. എല്ലാവരും അമ്മേ നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന ആ മന്ത്രം ജപിച്ച് ആ ദേവിയെ ഹൃദയത്തോട് സ്മരിച്ച് നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാവരും ഒരേ പ്രാർത്ഥനയാണ്, അമ്മേ എന്ന് വിളിക്കുന്ന ആ ശബ്ദം മാത്രമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഭക്തി പൂർവമായി നമുക്ക് പറയാൻ സാധിക്കുന്നത്. നേർച്ച തൂക്കം നടത്തുന്ന തൂക്കക്കാർക്കൊപ്പം അമ്മമാരുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികളെ നേർച്ചയായി ഇവിടേക്ക് എത്തിച്ചിട്ടുള്ള മറ്റു ഭക്തജനങ്ങളുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഭഗവതിയെ ഒന്ന് കണ്ടു തൊഴുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള രൂപം നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഈ ദൃശ്യങ്ങൾ, നമ്മുടെ ദൃശ്യങ്ങൾ ദേവിയുടെ വിഗ്രഹം ഒന്ന് പുറകിലേക്ക് തിരിയുമ്പോൾ ദേവിയുടെ വിഗ്രഹത്തിന്റെ പുറകിലുള്ളത് വേതാള രൂപമാണ്. 2 സർപ്പങ്ങൾ ഭക്തി വിടർത്തി നിൽക്കുന്ന 2 സർപ്പങ്ങൾക്കിടയിൽ പീലി വിടർത്തി നിൽക്കുന്ന മയില്, അതിനിടയിൽ നിൽക്കുന്ന വേതാളത്തിന്റെ രൂപമാണ് ദേവിയുടെ ഈ തിരുമുടിയുടെ പുറകിൽ ആലേഖനം ചെയ്തിരിക്കുന്നത്. ദേവിയുടെ പുറകിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിൽ സർപ്പങ്ങളും അതുപോലെ തന്നെ മാണിക്യങ്ങളും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ആ രൂപമാണ് ദേവിയുടെ രൂപമായി കൊത്തിവച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും വലിയ ഒരു നിമിഷമാണ് നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ. ആ തിരുമുടിയിൽ, അതായത് ഇപ്പോൾ വാത്തിമാർ ശാന്തിക്കാർ ശിരസിലേറ്റിയിരിക്കുന്ന ആ തിരുമുടിയിൽ മുഖമില്ല, മുഖം അതിൽ ഏകദേശമുള്ളത് ഒരു രൂപം മാത്രമാണ്. ആ രൂപമാണ് ഈ നിൽക്കുന്ന മുഴുവൻ ആൾക്കാരും തൊഴുത് നിൽക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള ആൾക്കാരാണ് ഇത് തൊഴുന്നതിലേക്ക് വേണ്ടി, കുട്ടികളടക്കം അമ്മമാരടക്കം നിരവധി പേരാണ് ഇത് തൊഴുന്നതിലേക്ക് വേണ്ടി ഇവിടെ എത്തി നിൽക്കുന്നത്. എന്തായാലും വലിയ
ഭക്തിയുടെ നിമിഷങ്ങളാണ് ഇപ്പോൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ദേവിയെ സ്വീകരിക്കുന്നതിലേക്ക് വേണ്ടി കുരവയിട്ട് അതുപോലെ തന്നെ അസുരവാദ്യമായ നാദസ്വരം ചെണ്ടമേളം ഒക്കെ തന്നെ കൊട്ടിക്കൊണ്ടാണ് ദേവിയുടെ എഴുന്നള്ളത്ത് ഉണ്ടാകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ട് ഭാവങ്ങളിലാണ്, ചേച്ചിയായും അനിയത്തിയുമായാണ് കൊല്ലങ്കോട്ടിൽ ദേവി കുടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം വരുന്ന വിഗ്രഹം, ആദ്യം വരുന്ന തിരുമുടി ചേച്ചിയുടെയും രണ്ടാമത് വരുന്നതാണ് അനിയത്തിയുടെയും വിഗ്രഹമാണ് രണ്ടാമതും വരുന്നത്. അതിനുശേഷം വരുന്ന വിഗ്രഹങ്ങളൊക്കെയും പിന്നീട് ദേവി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പീഠത്താളം ചവിട്ടി ക്ഷേത്രത്തെ വലയം വച്ച് ശ്രീകോവിലിന്റെ മുമ്പിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇവിടെ ഇനിയും ഇപ്പോൾ വെഞ്ചാമരം വീശി അതോടൊപ്പം തന്നെ ആലവട്ടം വീശി ഭഗവതിയെ അടുത്ത പീഠത്താളം ചവിട്ടുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള ഭാവത്തിലേക്ക് മാറ്റുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മുരശുകൊട്ടി അടുത്ത താളം തട്ടുന്നതിലേക്ക് വേണ്ടി